ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ പങ്കുവെക്കുകയുണ്ടായി. യേശുവിനെ അറിയുന്നത് ദൈവത്തെ പറ്റിയുള്ള അറിവ് നേടാൻ അനിവാര്യമാണ് എന്നൊരാശയം. അത് ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞ് മറന്നു പോകേണ്ട ഒരു കാര്യമല്ല. അത് അടിസ്ഥാനപരമായ തത്വമാണ്. ഇപ്പൊ ഞാനൊരു വീടിന് മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ വീട് വളരെ അസാധാരണമായ രൂപകൽപ്പന ചെയ്ത ആ വീട് കാണുമ്പോൾ ഞാൻ അതിശയപ്പെടും. എന്നിട്ട് അതിന്റെ പുറമെ നിന്നുകൊണ്ട് ഞാൻ ആ വീടിനെ ഒന്ന് ആ ഭവനം, ആ കെട്ടിടം ഒന്ന് വിലയിരുത്താനും ശ്രമിക്കും. അതൊന്ന്. മറ്റൊന്ന്, ആ വീടിനകത്തേക്ക് കയറാൻ എനിക്ക് പറ്റുകയാണെങ്കിൽ ആ വീടിനെ പറ്റി ഞാൻ അതുവരെ നടത്തിയ വിലയിരുത്തൽ വ്യത്യാസം വരും. ഇനി അതും കഴിഞ്ഞ് ആ ഭവനം രൂപകൽപ്പന ചെയ്ത, ഡിസൈൻ ചെയ്ത എഞ്ചിനീയർ ആ വീടിനകത്തുള്ള ഓരോ സിസ്റ്റവും എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയുള്ളതാണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അതിസങ്കീർണമായ ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു വീടാണെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എന്റെ കണ്ണ് തുറക്കുന്നത്. ഇത് ഇങ്ങനെയാണോ? ഞാൻ പുറമെ കണ്ട വീടല്ലല്ലോ. ആ വീടിന്റെ എന്റെ ആ ധാരണ മുഴുവൻ പൊളിച്ചെഴുതപ്പെടുകയാണ്. ഇത് ദൈവത്തെ പറ്റി യേശു തരുന്ന അറിവ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം ഉപയോഗിച്ചതാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദൈവം എന്നതിനെ പറ്റി ഒരു പൊതുവായ ആശയമുണ്ട്. ലോക മതങ്ങളിൽ വിശ്വസിക്കുന്ന ആരും ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ദൈവം സർവശക്തനാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രപഞ്ചം സൃഷ്ടിച്ചവനാണെന്നറിയാം. സർവജ്ഞാനിയാണെന്നറിയാം. സർവവ്യാപിയാണെന്നറിയാം. അത് പക്ഷേ സ്നേഹമാണെന്നും ചില മതവിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ടാകും. പക്ഷേ ദൈവം എന്ന് പറയുന്ന ആ മഹാരഹസ്യ പൊതി അഴിച്ച് അതിനകത്ത് കാണാൻ എങ്ങനെ സാധിക്കും? അപ്പൊ ദൈവത്തിന്റെ ആ ദൈവിക രഹസ്യത്തിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ദൈവത്തെ അനുഭവിക്കുന്നവരായി മാറുന്നത്. അപ്പൊ നമുക്ക് പെരിഫറലായ ഉപരിപ്ലവമായ നമ്മുടെ ബൗദ്ധികമായ അറിവ് ദൈവത്തെ പറ്റി തീർച്ചയായിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അത് തുടങ്ങാൻ അത് വേണം. സ്റ്റാർട്ട് വിത്ത്. അത് ഞാൻ പറഞ്ഞത്, പുറമെ കൂടെ യാത്ര ചെയ്ത് പോയി എനിക്ക് ആ വീട് അത് വേണേ പോകാം. പക്ഷെ ഞാൻ അവിടെ നിന്നു ആ വീട് പുറമെ ഞാൻ ശ്രദ്ധിച്ചു നോക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പാണ്. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് അതിനകത്തേക്ക് കയറിയാൽ കൊള്ളാന്നൊരു ആഗ്രഹം വരുന്നു. അത് ഞാൻ പരിശ്രമിക്കുന്നു, എനിക്ക് അവസരമുണ്ടാകുന്നു. ഇപ്പൊ ഞാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതെന്താണ്, ഇതെന്താണ്. ആ ചോദ്യം അനുസരിച്ച് ആ വീടിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അതിന്റെ എഞ്ചിനീയർ എനിക്കെല്ലാം പറഞ്ഞു തരുമ്പോൾ ഞാൻ അതേപ്പറ്റി കൂടുതൽ പിന്നെ ആ വീട് എന്റെ ഉള്ളിലായി കഴിഞ്ഞു വാസ്തവത്തിൽ. അപ്പൊ ദൈവത്തെ പറ്റി നമുക്കിങ്ങനെ ഒന്നേ രണ്ടെന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ഒരു പ്രസവം തന്നെയാണ്. ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെങ്കിൽ ഒരു 9 മാസമെങ്കിലും ആ ഗർഭധാരണത്തിന്റെ ക്ലേശങ്ങൾ ആ അമ്മ സഹിക്കാതെ ആ കുഞ്ഞിന് ജീവൻ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ദൈവത്തെ പറ്റി അറിയാനുള്ള നമ്മുടെ പരിശ്രമം ഇത് എളുപ്പമുള്ള കാര്യമല്ല. അത് ചില ആൾക്കാർക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ ഇത് കേട്ടിരിക്കുന്ന സുഖമില്ല. ആ പ്രസംഗമാണെങ്കിൽ ഈ പ്രസംഗം, ഈ ധ്യാന പ്രസംഗമാണ് കേൾക്കാൻ നല്ല നല്ല രസമാണ്. പക്ഷെ അതുപോലല്ലോ. അത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അങ്ങനത്തെ കാര്യത്തെ പറ്റി പൗലോസ് പറയുന്നത് ഇളം പൈതങ്ങളെ പാലിന്. പക്ഷെ പാല് മാത്രം പോരല്ലോ. കുറച്ചുകൂടെ ഘനമായ കുറച്ചുകൂടെ ന്യൂട്രീഷ്യസ് ആയ ഫുഡ് ആവശ്യമുണ്ട് നമ്മുടെ ആത്മാവിന്. അപ്പൊ അതുകൊണ്ട് ഞാനിത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമുക്ക് പലർക്കും പൊഴിഞ്ഞു പോകാനൊക്കെ തോന്നും. ഇതൊന്നും മനസ്സിലാകുന്നുമില്ല. ഇത് ഒരു രസം തോന്നാതെ, ഈ രസം തോന്നണമെന്നില്ല. കഷായം കുടിക്കുമ്പോ രസം ഇല്ലല്ലോ കഷായത്തിന്. ഇപ്പല്ലേ ഉള്ളു പക്ഷെ അതിന്റെ അസുഖം മാറ്റുന്നത്. എന്നതുപോലെ ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ അന്തർദാഹം, ദൈവത്തെ അനുഭവിച്ചറിയാനുള്ള നമ്മുടെ ആ കൊതി, അത് തീരുന്നത് അതുകൊണ്ടാണല്ലോ സഭയിലെ മഹാവിശുദ്ധരും മഹാജ്ഞാനികളുമായിരുന്ന ഫാദേഴ്സ് ഓഫ് ദ ചർച്ച്, സഭാപിതാക്കന്മാരെന്നാണ് അറിയപ്പെടുന്നത്. അവര് വളരെ
വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ സഭാപിതാക്കന്മാരെന്ന സ്ഥാനം അലങ്കരിക്കുന്നു. സെയിന്റ് അഗസ്റ്റിനെ പോലെ, സെയിന്റ് ക്രിസസ്റ്റത്തിനെ പോലെ, സെയിന്റ് അംബ്രോസിനെ പോലെയൊക്കെയുള്ള മഹാദൈവിക ജ്ഞാനികൾ. അവരൊരു ആയുസ് മുഴുവൻ ഇതിനു വേണ്ടി ചെലവഴിക്കായത്, ദൈവത്തെ അറിയാൻ വേണ്ടി. എന്നിട്ടും വല്ലത് എത്തിയോ? ദൈവത്തെ പറ്റി 100-ലധികം പുസ്തകം എഴുതി സെന്റ് തോമസ് അക്വീനാസ്. 100 വോളിയൂംസ് ആണ് ചുമ്മാ തിയോളജിക്കുക. അദ്ദേഹത്തെ ഉദ്ദേശിച്ചിടത്തോളം അദ്ദേഹം പൂർത്തിയാക്കാൻ പറ്റുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പൊ ദൈവത്തെ പറ്റി തന്നെ 100 പുസ്തകം, നമ്മൾ ഈ പറയുന്നത് നിസ്സാരമല്ലേ, ഈ പറയുന്നത് ഒരു ക്ലാസ് എന്നൊക്കെ. 100 പുസ്തകം എഴുതിയ ആളില് ദൈവം പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോ അക്വിനാസിനോട് കർത്താവ് പറയുകയാണ്, ഒരു വൈക്കോൽ തുറു മുതിർന്നവർക്ക് മനസ്സിലാകും. ഒരു വൈക്കോൽ തുറു, അതില് എത്ര ലക്ഷം വൈക്കോൽ കാണും, എണ്ണാൻ പറ്റില്ല നമുക്ക്. കർത്താവ് പറയാണ്, നീ എന്നെപ്പറ്റി എഴുതിയ ഈ 100 പുസ്തകം എന്ന് പറയുന്നത് ആ വലിയ വൈക്കോൽ കൂനയിലെ ഒരു വൈക്കോൽ തുരുമ്പ് മാത്രം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പരിമിതി, അതുകൊണ്ട് തന്നെ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യാൻ തോന്നിയേക്കരുത് നിങ്ങൾക്ക്. ഈ കാര്യം കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ വശങ്ങൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും ചിലപ്പോൾ, വ്യക്തത കിട്ടാൻ വേണ്ടി. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വിഷയം തന്നെ നീണ്ടുപോയി. ഇപ്പൊ എനിക്ക് നിങ്ങൾ ആദ്യം പറയാനുള്ളത് തന്നെ, നിങ്ങൾക്ക് ഹോംവർക്ക്, അയ്യോ ഇത് അച്ഛൻ എടുത്തില്ലല്ലോ, ഇതല്ലല്ലോ വന്നതെന്ന് വിചാരിച്ചേക്കരുത്. കാരണം അങ്ങോട്ട് എത്താൻ ആയിട്ടുള്ളത്. ഞാൻ ഈ പുസ്തകം എഴുതിയതും അതേപ്പറ്റി ഇന്ന് പ്രബോധനം തരുന്നത് രണ്ടാണ്. അത് കുറച്ച് നാൾക്ക് മുമ്പുള്ള ഒരു ഇതാണ്. ഇപ്പൊ നമുക്ക് അതിനൊക്കെ കുറച്ചുകൂടെ ആഴ്ത്തി പോകാനായിട്ട് വിശുദ്ധനെ പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് കൃത്യം ടെക്സ്റ്റ് ഫോളോ ചെയ്യാത്തത്. അപ്പൊ ടെക്സ്റ്റ് വായിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ എളുപ്പം കിട്ടും. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഈ 1 മണിക്കൂർ നമുക്ക് വിവരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. സമയപരിമിതി കൊണ്ട് നമുക്ക് അവതരിപ്പിക്കാൻ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് അത് വായിച്ചിരിക്കുക വളരെ സഹായകമാണ്, അത്യാവശ്യമാണ്. അപ്പോൾ ഈ മനുഷ്യപുത്ര എന്ന വിഷയത്തെ പറ്റി ചോദ്യം ഉണ്ടായല്ലോ. അപ്പൊ അതിലേക്ക് വളരെ സിമ്പിളാണ് നമുക്ക് ദോഷം. അതിലേക്ക് കിടക്കാനായിട്ട് നമുക്ക് സമയമായിട്ടില്ല, അതിലേക്ക് കിടക്കാറായിട്ടില്ല നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഈ ദൈവപുത്രൻ എന്ന് പറഞ്ഞതിനെ പറ്റി തന്നെ ചില കാര്യങ്ങൾ ഇനിയും പറയേണ്ടതായിട്ടുണ്ട്. അതാണ്. അപ്പൊ അത് ആ പുസ്തകത്തിൽ വിവരിച്ച് പുറമേയുള്ള കാര്യങ്ങളാണ്, അതിനകത്ത് ഉൾപ്പെടുത്താത്ത കാര്യമാണ് നമ്മളിന്ന് പങ്കുവെക്കാൻ പോകുന്നത്. പക്ഷെ ഇതിന്റെ അവസാനത്തിൽ സമയം കിട്ടുകയാണെങ്കിൽ മനുഷ്യപുത്രൻ എന്ന് പറയുന്നതിന്റെ പ്രത്യാർത്ഥം കൂടി നമ്മൾ ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ ദൈവപുത്രനായ ഈശോ എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ നല്ലൊരു വാക്ക് എന്നറിയാവോ? പുത്രനായ ദൈവം എന്നാണ്. ഈ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പിതാവിനേക്കാൾ അല്പം താഴ്ന്നവനാണ് എന്നൊരു ധ്വനി വരാൻ സാധ്യതയുണ്ട്. അത് വരാൻ പാടില്ല. പിതാവും പുത്രനും തമ്മിൽ സത്തയിൽ ഒന്ന് തന്നെയാണ്, സെയിം എസൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതാണ് കുറച്ചുകൂടെ നല്ല വാക്ക്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ദൈവപുത്രൻ എന്ന് പറയാം. പക്ഷെ ആ ദൈവത്തിൽ നിന്ന് പറയുമ്പോൾ ഓർത്തോളം മറക്കരുത്, പുത്രനായ ദൈവം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഈ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ഞായറാഴ്ച കുർബാനയ്ക്ക് പള്ളിയിൽ ഉപയോഗിക്കുന്ന വിശ്വാസ പ്രമാണം, അല്ലെങ്കിൽ നിക്യ വിശ്വാസ പ്രമാണത്തിലെ ആ ഒരു വാചകം ഒന്നുകൂടെ നമുക്ക് വായിക്കേണ്ടതുണ്ട്. ഞാൻ വായിക്കാം. ആദ്യം പിതാവിനെ പറ്റി പറയുന്ന നമുക്കറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് പറയാണ്, ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ ഒരു വാചകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹ, അതായത് ഈശോ പിതാവിന്റെ
ഏകപുത്രൻ, ഈ പിതാവിൽ ജനിച്ച സ്വാഭാവിക പുത്രൻ, പിതാവിന്റെ സ്വാഭാവിക പുത്രൻ, നമ്മൾ ദത്തുപുത്രൻ. അതാണ് വ്യത്യാസം. നമ്മളെല്ലാവരും ഈശോയിലുള്ള വിശ്വാസം മൂലം ദൈവപിതാവിന്റെ മക്കൾ തന്നെയാണ്, പക്ഷെ ദത്തുപുത്രരാണ്. യേശു മാത്രം പിതാവിന്റെ സ്വാഭാവിക പുത്രൻ, നാച്ചുറൽ സൺ. അതാണ് ഈ ഏകപുത്രൻ എന്ന വാക്ക്. അപ്പം സ്ലീഹന്മാരുടെ വിശ്വാസമാണ് ഈശോയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഏകപുത്രനും ഞങ്ങളുടെ കർത്താവും എന്ന് വെച്ചാൽ ഞങ്ങളുടെ ദൈവം. ഇത്രേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AD 100-നും AD 235-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലുണ്ടായ യേശുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഉയർന്നു വന്ന അബദ്ധ പഠനങ്ങൾ, പാഷണ്ഡത എന്നാണല്ലോ അതിന് പറയുന്നത്. ആ പഠനങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് നിക്കാ സുഗുണകദോസിൽ സഭാ നേതൃത്വം മുഴുവൻ ഒരുമിച്ച് സമ്മേളിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയ ശേഷം ഈ വിഷയങ്ങൾ വീണ്ടും ദൈവശാസ്ത്രപരമായി ചർച്ചയ്ക്കെടുത്ത് വിശകലനം ചെയ്തു. തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും നടന്നു. അവസാനം അവര് എല്ലാവരും കൂടെ ഐക്യകണ്ഠേന പാസ്സാക്കിയ കാര്യമാണ് ഈ ഒരു വാചകത്തിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാചകം, ദീർഘമായ ഒരു വാചകം നിക്കാ വിശ്വാസ പ്രമാണത്തിൽ കൂട്ടിച്ചേർത്തത്. അതാണ് ഇപ്പൊ വായിച്ചത്. ദൈവത്തിന്റെ ഏകപുത്രൻ, അത് നേരത്തെ ഉള്ളതാ. അത് കൂടാതെ പറയാണ് സകല സൃഷ്ടികൾക്കും മുൻപുള്ള ആദിജാതൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പൊ ഒരു സാധാരണ അതുകൂടെ പറയാം. ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാ സൃഷ്ടിക്കപ്പെടാത്തവൻ. ഇവിടെയാണ് നമ്മൾ കുറച്ച് സമയം കൂടുതൽ ഉപയോഗിക്കേണ്ടത്. ഈ ഒരപ്പനും മകനും എടുക്കുക ഉദാഹരണം. അപ്പൻ ആദ്യം ഉണ്ടാകുന്നു, അതിനുശേഷം മകൻ ജനിക്കുന്നു. അവിടെ അപ്പന്റെ തന്നെ എസൻസ് ആണ് മകൻ, അപ്പന്റെ മനുഷ്യത്വം തന്നെയാണ് മകനും, അപ്പന്റെ മാനുഷ്യ സത്ത തന്നെയാണ് മകനും ഷെയർ ചെയ്യുന്നത്, കിട്ടുന്നത്. പക്ഷെ ആദ്യ അപ്പൻ പിന്നെ മകനാണ്. ദൈവപിതാവും പുത്രനായ ദൈവം തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഒരേ സമയം തന്നെയാണ്. അതാ പറഞ്ഞിരിക്കുന്നത്, യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാ സൃഷ്ടിക്കപ്പെടാത്തവനും. സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? സൃഷ്ടാവും സൃഷ്ടിയും വ്യത്യാസമുണ്ട്. സൃഷ്ടാവ് സൃഷ്ടിക്കുന്ന ഒരു വസ്തു സൃഷ്ടാവിന്റെയും സൃഷ്ടവസ്തുവിന്റെ എസൻസ് ഒന്നായിരിക്കുകയല്ല. ഉദാഹരണം, ഞാനൊരു സ്റ്റാച്യു ഉണ്ടാക്കി, ഞാനാണ് അത് സൃഷ്ടിച്ചവൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയവൻ. എന്റെ സത്തയല്ലല്ലോ ആ മണ്ണ് കൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയ ആ സ്റ്റാച്യുവിന്റെ സത്ത. അപ്പൊ സൃഷ്ടിക്കപ്പെടാത്തവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പിതാവായ ദൈവത്തിന്റെ അതേ സത്ത തന്നെയാണ് പുത്രനായ ദൈവത്തിനും. എന്ന് വെച്ചാൽ പിതാവായ ദൈവം എത്രമാത്രം ദൈവിക ഉള്ളവനാണോ അത്രയും തന്നെ ദൈവിക സത്തയുള്ളവനാണ് പുത്രനായ ദൈവവും യേശുവും. അപ്പൊ പിതാവും പുത്രനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഒരാള് പിതാവാണ്, ഒരാള് പുത്രനാണ് എന്നതൊഴികെ. അതാ പറഞ്ഞ ബന്ധം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 464 ഖണ്ഡിക, കത്തോലിക്ക സഭയുടെ മതബോധം 464 ഖണ്ഡിക നമ്മൾ വിശദീകരിച്ചതാണ്. അവിടെ പറയുന്നുണ്ട്, ഇത് പിതാവിനോടുള്ള ബന്ധം കാണിക്കാൻ വേണ്ടി മാത്രമാണ് പുത്രൻ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിതാവിനേക്കാൾ താഴ്ന്നവനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയല്ല. അപ്പം ഈ വിശ്വാസ പ്രമാണത്തിലെ ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനും. അപ്പൊ പിതാവ് യേശുവിനെ സൃഷ്ടിക്കുകയല്ല ചെയ്ത്, പിതാവിൽ നിന്ന് ജനിക്കുകയാണ് ചെയ്തത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാനുഷിക രീതിയിൽ അപ്പനിൽ നിന്ന് മകൻ, അമ്മയിൽ നിന്ന് മകൾ ജനിക്കുന്നത് പോലെ അല്ല ഇവിടുത്തെ ജനനം. ഇവിടെ അത് ജനിക്കുന്ന കാലത്തിലാണ്. പുത്രനായ ദൈവത്തിന്റെ ജനനം എന്ന് പറയുന്നത് കാലത്തിലല്ല, അനാദിയിലാണ്, കാലത്തിന് മുമ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സകല സൃഷ്ടികൾക്കും മുൻപുള്ള. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ്, സൃഷ്ടവസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് പുത്രനായ ദൈവം ഉണ്ട്. പിതാവായ ദൈവത്തിന് ആരംഭമില്ല, എന്നു മുതൽ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. പുത്രനായ ദൈവത്തിനും ആരംഭമില്ല, എന്നു മുതൽ ഉണ്ടാകാൻ പറയാം. പക്ഷെ
കാലത്തളവിൽ കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യാവതാരം എടുത്തപ്പോൾ ആരംഭമുണ്ട്. യേശുവിന്റെ ആ മനുഷ്യാവതാരം കാലത്തിലായതുകൊണ്ട്, സമയത്തിലായതുകൊണ്ട് അതിന് തുടക്കമുണ്ട്. പക്ഷേ യേശു ദൈവിക വ്യക്തിയാണ്. അതുകൊണ്ട് അവിടത്തേക്ക് അവിടുന്ന് അനാദിയിലുള്ളവനാണ്. അവിടുത്തെ തുടക്കമില്ല. ഇതൊക്കെ ഈ തുടക്കമിൽ എന്നൊക്കെ പറയാൻ കാരണം ഇതിനൊക്കെ ഇതിന്റെ പാശ്ചാത്തലമായിട്ട് പാഷണ്ഡതകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് യേശു ആര്യൻ പാഷണ്ഡത എന്ന് പറയും. അല്ലെങ്കിൽ ആര്യൂസ് പഠിപ്പിച്ച പ്രബോധനത്തിൽ പറയുന്നത് യേശു ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്രിസ്തു ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് വലിയ തെറ്റാണെന്ന് സഭ ഖണ്ഡിച്ചു പറഞ്ഞില്ല. അവിടുന്ന് നിത്യമാണ്, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. ആ ത്രിത്വത്തിലെ ഒരു വ്യക്തിയാണ് യേശു. അതുകൊണ്ട് അവിടത്തേക്ക് ആരംഭമില്ല. അവിടുന്ന് പിതാവിനെ പോലെ ആരംഭമില്ലാത്തതെന്ന് പറഞ്ഞ അർത്ഥം അത് പൂർണ്ണതയാണ് കാണിക്കുന്നത്. ആരംഭമില്ലാത്തവണ്ണം ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പൂർണ്ണതയെ കാണിക്കാൻ വേണ്ടിയാണ്, ദൈവിക പൂർണ്ണതയെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ വിശ്വാസ പ്രമാണത്തിന്റെ പശ്ചാത്തലം നമ്മൾ പറയാനായിട്ട് പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. യേശുവിന്റെ ദൈവിക പ്രകൃതി അനാദി മുതലുള്ളതാണ്. ആ പുത്രത്വം പിതാവിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നത് അനാദി മുതലുള്ളതാണ്. ഈ പരിശുദ്ധ ത്രിത്വത്തെ പറ്റിയുള്ള ആ രഹസ്യം ഒന്നുകൂടെ ഓർത്താൽ കുറച്ച് എളുപ്പം കിട്ടും. നമ്മൾ ആ വീടിന്റെ കാര്യം പറഞ്ഞ ഉദാഹരണം ഓർക്കുക. ഈ ദൈവത്തിന്റെ ആന്തരികത അല്ലെങ്കിൽ ദൈവത്തിന്റെ ആന്തരിക ഘടനയാണ് ഈ മൂന്ന് വ്യക്തികൾ ഉൾക്കൊള്ളുന്ന ഏകദൈവം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ അന്തസത്ത, ദൈവത്തിന്റെ ആന്തരിക അവസ്ഥ, അതാണ് പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവ്. ഇത് ഈ പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുക എന്ന് പറയുന്നത് അത് ഒരു നിത്യത എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇന്ന സമയത്തെന്ന് പറയാൻ പറ്റില്ല. പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുക എന്ന് പറയുന്നത്, നമുക്ക് ജനിക്കുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ദിവസമോ മണിക്കൂറിലോ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് നാം ധരിക്കുള്ളല്ലോ സാധാരണഗതിയിൽ. ദൈവത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിത്യം പിതാവായ ത്രിത്വത്തിലെ ഒന്നാമത്തെ ആളുടെ പുത്രനും നിത്യം പുത്രനായി തീർന്നത്. അത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ ആ ഭാഷ? എനിക്ക് അറിയത്തില്ല. നമുക്ക് വേണമെങ്കിൽ അവസാനം ചോദിക്കാം. അപ്പം നിത്യം ത്രിത്വത്തിലെ ഒന്നാമത്തെ ആള് നിത്യനാണ്. അതുപോലെ തന്നെ പുത്രനും നിത്യനാണ്. പിതാവിൽ നിന്ന് ജനിച്ചവൻ അത് ഒരു സമയത്ത് മാത്രം ജനിക്കുകയല്ല, മറിച്ച് സദാസമയവും ഈ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം എപ്പോഴും നിലനിൽക്കുന്നത് പിതാവിൽ നിന്നുള്ള പുത്രന്റെ ജനനമാണ്. അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ പറയുന്നില്ല, അവിടെ നമ്മൾ സൂചിപ്പിച്ചു പോകുന്ന നല്ലതാണ്. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്ന്. ഈ പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായ ആളല്ല പരിശുദ്ധാത്മാവ്. അപ്പോഴാണ് നമ്മൾ സഭ പ്രകാശിതമാകുന്നത്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത് പെന്തക്കോസ്തായിലാണ്, അത് ശരിയാണ്. പക്ഷേ പരിശുദ്ധാത്മാവും പിതാവ് ഉള്ളപ്പോൾ തന്നെ പരിശുദ്ധാത്മാവും ഉണ്ട്. പിതാവുള്ളപ്പോൾ തന്നെ പുത്രനുമുണ്ട്, പിതാവുള്ളപ്പോൾ തന്നെ പരിശുദ്ധാത്മാവും ഉണ്ട്. അതേസമയം നമ്മളിങ്ങനെ പറയും, പഠിപ്പിക്കുന്നു പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പറയുമ്പോൾ അവിടെ നമ്മൾ തെറ്റിദ്ധരിക്കും. ആദ്യം പിതാവുണ്ടായിരുന്നു, പിന്നെ പുത്രൻ ഉണ്ടായി, പിന്നെ പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെയല്ല. ഒരേ സമയത്ത് 3 പേര് ഒരേ സമയത്ത് എക്സിസ്റ്റ് ചെയ്യുകയാണ്. 3 പേർക്ക് ഒരേ സമയത്ത് അസ്തിത്വമുണ്ട്. പക്ഷേ ഒന്നാമത്തെ ആളല്ല, ഉറവിടം എന്ന നിലയ്ക്ക് പിതാവിന് പ്രൈമസി ഉണ്ട്, പ്രാധാന്യം കൂടുതലുണ്ട്. ഉറവിടം പിതാവ് തന്നെയാണ്. പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു, അതുപോലെ പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു. എനിക്കല്ല പുറപ്പെടുന്നു, അല്ലെ പിതാവിൽ നിന്നും പുത്രനിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു. ഇനി നമുക്ക് അത്രയുമായ ശേഷം ഇങ്ങനെയാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്, കിട്ടാതെ പോയത് ഇങ്ങനെയാണ്.
പിതാവിൽ നിന്ന് ജനിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക അർത്ഥത്തിൽ മനസ്സിലാക്കണം. അതായത് പരിശുദ്ധ ത്രിത്വത്തിനുള്ളിൽ നടക്കുന്ന ശാശ്വതമായ ഒരു പ്രവർത്തനമാണ് ഈ പിതാവിൽ നിന്ന് ജനിക്കുക എന്ന് പറയുന്നത്. ആ വാക്ക് ശ്രദ്ധിക്കുക, പരിശുദ്ധ ത്രിത്വത്തിനുള്ളിൽ. നേരത്തെ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ആ ഉള്ളിൽ, ആ കെട്ടിടത്തിന്റെ പുറമേ കണ്ടതല്ല, കെട്ടിടത്തിന് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ കൂടുതൽ വിശദാംശം കണ്ടെന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ പരിശുദ്ധ ത്രിത്വത്തിനുള്ളിൽ നടക്കുന്ന ശാശ്വതമായ ഒരു പ്രവർത്തനമാണ് ഈ പിതാവിൽ നിന്ന് ജനിക്കുക എന്ന് പറയുന്നത്. സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഇല്ലായ്മയിൽ ഉണ്ടാകുന്നതാണ്. ഇല്ലായ്മയിൽ ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, ഇല്ലായ്മയിൽ നിന്നാണ്. യേശു അങ്ങനെയല്ല. യേശു പിതാവിൽ സൃഷ്ടിക്കപ്പെടുകയല്ല ചെയ്ത്, പിതാവിൽ നിന്ന് ജനിക്കാൻ. രണ്ട് വാക്ക് തമ്മിലുള്ള വ്യത്യാസം പറയാൻ ഞാൻ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേറൊരുദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പം യേശുവിന് പറയുന്ന പേരാണ് വചനം, ലോഗോസ്. യോഹന്നാന്റെ 1:1 പറയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അവിടെ ആ വചനം എന്ന് പറയുന്നത് പുത്രനാധിപത്യത്തെ പറ്റിയ ലോഗോസ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആ പിതാവിനെ പറ്റി അവിടെ ദൈവത്തോടെന്ന് പറയാം, പിതാവിന്റെ കൂടെയായിരുന്നു. പിന്നെ പറയുന്നത് വചനം ദൈവമായിരുന്നു. അപ്പോ ഈ പിതാവിന്റെ വചനം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മാർപ്പാപ്പ പ്രസംഗിക്കുന്ന വാക്കുകൾ, ആ വാക്ക് ഇവിടുന്ന് വന്നതാ. മാർപ്പാപ്പയുടെ തന്നെ ഭാഗമാണ് ആ വാക്ക്. മാർപ്പാപ്പ ഒരു പ്രസംഗനായിട്ട് നിൽക്കുന്നു, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കുറെ വാക്കുകൾ വരുന്നു. അത് മാർപ്പാപ്പ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതാണ് ആ വാക്ക്. ഇപ്പൊ ബെനഡിക്ട് പാപ്പ ഒരു കാര്യം പഠിപ്പിച്ചത് ഫ്രാൻസിസ് പാപ്പ അതേ കാര്യം പഠിപ്പിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടായിരിക്കും. അടിസ്ഥാന തത്വം ഒന്നാണെങ്കിലും അത് അതിന്റെ ആ ആർട്ടിക്കുലേഷൻ, അതിന്റെ അവതരണ രീതി വ്യത്യാസമുണ്ട്. ആ വ്യക്തിത്വത്തെ ആശ്രയിച്ചായിരിക്കുന്നത്, ആ വ്യക്തിയിൽ നിന്നാണ്. അപ്പൊ പ്രസംഗകനും പ്രസംഗവും തമ്മിൽ ഒന്നും നോക്കാം. ഉദാഹരണം, വചനം ഞാൻ പറയുന്നു, പക്ഷെ ആ വചനം ഞാനെന്ന വ്യക്തിയോട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഞാനെന്ന വ്യക്തിയിൽ നിന്നാണ് ആ വചനം വരുന്നത്. അപ്പൊ അതാണ് ഇവിടെ പിതാവിൽ നിന്ന് വന്ന വചനമാണ് യേശു. അതുകൊണ്ട് യേശുവിനെ വചനം എന്ന് പറയുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. 14 വാക്യം പറയും, വചനം മാംസമായി മനുഷ്യനായി അവതരിച്ചു. പിന്നെ വെളിപാട് പുസ്തകത്തിൽ പറയുന്നു, അവൻ എഴുതപ്പെട്ടൊരു നാമമുണ്ട്, ദൈവവചനം എന്നാണ് അവന്റെ. അപ്പൊ ദൈവവചനം കേൾക്കുമ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥമാണെന്നാണ്, വിശുദ്ധ വേദപുസ്തകമാണെന്നാണ്. അങ്ങനെയല്ല. ഈ അർത്ഥത്തിൽ എടുക്കാം. കാരണം വിശുദ്ധ വേദപുസ്തകം എന്നതാ 46, 27 പുസ്തകങ്ങളെല്ലാം കൂടെ ഒറ്റ വാക്കിൽ സംഗ്രഹിച്ച എന്നതാ യേശുവാ. കാരണം 46 പുസ്തകം എഴുതി എന്തിനു വേണ്ടിയാ? പഴയ നിയമം യേശുവിനെ ഒരുക്കമായിട്ടാണ്. 27 പുസ്തകം എന്തിനെ പറ്റിയ? യേശുവിനെ പറ്റി മാത്രമാണ്. അപ്പോ 46, 20 ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ഒറ്റ വാക്കിൽ നമ്മൾ സംഗ്രഹിച്ചാൽ യേശു എന്ന് തന്നെ പറയാം. അർത്ഥത്തിൽ വചനമെന്ന് ബൈബിളിനെ പറയാൻ തെറ്റില്ല. അപ്പം ദ ലോഗോസ്, ഞാൻ അതൊന്നും ഈ ഭാഗം ഇംഗ്ലീഷിൽ പറഞ്ഞോട്ടെ. ദ ലോഗോസ് അല്ലെങ്കിൽ വേർഡ്, വചനം, ഈസ് നോട്ട് എ സെപ്പറേറ്റ് ക്രിയേറ്റഡ് തിങ് ദാറ്റ് കെയിം ലേറ്റർ. It is a speaker's very expression, yet distinct from the speaker. മാർപ്പാപ്പ പറഞ്ഞൊരു പ്രസംഗം മാർപ്പാപ്പയിൽ നിന്നാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അത് മാർപ്പാപ്പയല്ലല്ലോ. മാർപ്പാപ്പ വേറെ, മാർപ്പാപ്പ പറഞ്ഞ വചനം വേറെ. പക്ഷെ ആ വചനം മാർപ്പാപ്പയുമായിട്ട് ബന്ധമുണ്ട്. മാർപ്പാപ്പയുടെ വ്യക്തിത്വത്തിൽ നിന്നാണ് വരുന്നത്. മാർപ്പാപ്പയുടെ സത്ത, അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ ചിന്താഗതി, മാർപ്പാപ്പയുടെ ആശയഗതി, മാർപ്പാപ്പ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലിരിപ്പെല്ലാം അതേ പറഞ്ഞ വാക്കുകളിലൂടെ പ്രകടമാകുന്നുണ്ട്. അപ്പൊ അതാ പറയുന്നത്, ദൈവത്തിന്റെ ഉള്ളിലിരിപ്പ്, ദൈവത്തിന്റെ ആന്തരിക സത്ത, ദൈവം തന്നിൽ തന്നെ ആരാണ് എന്ന്
വചനം അല്ലെങ്കിൽ യേശുവിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. ഇത് ഇത്രയും ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇത് തന്നെ വേറെ തരത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അത് മനുഷ്യാവതാരത്തെ പറ്റിയാണ്. ഈ ദൈവത്തിന്റെ പുത്രനാണ് ക്രിസ്തുവെന്ന് എങ്ങനെയാണ് തെളിയിക്കപ്പെടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യ അവതാരം സംഭവിച്ചില്ല എന്ന് വിചാരിക്കും. അത് കാലത്തിൽ സംഭവിച്ച ഒരു ചരിത്ര സംഭവമാണല്ലോ മനുഷ്യാവതാരം. അത് സംഭവിച്ചില്ലെങ്കിലും ദൈവത്തിൽ 3 പേരുമുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. മനുഷ്യാവതാരം നടന്നില്ലെന്ന് തന്നെ വിചാരിച്ചു, അപ്പോഴും ദൈവത്തിലൊരു മാറ്റവും ഇല്ലല്ലോ. ദൈവം അപ്പോഴും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തന്നെയാണ്. പക്ഷെ അത് നമുക്ക് എങ്ങനെയാ മനസ്സിലായത്? മനുഷ്യർക്ക് എങ്ങനെയാ മനസ്സിലായത്? ഈ പുത്രനായ ദൈവത്തിന്റെ അല്ലെങ്കിൽ തൃത്വത്തിൽ രണ്ടാമത്തെ ആള് മനുഷ്യനായി അവതരിച്ചപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ആ വലിയ വീടിന്റെ ഉള്ളിൽ കാര്യങ്ങൾ ആ വീട്ടുടമസ്ഥനും എഞ്ചിനീയർ പറഞ്ഞു തരുന്നത് പോലെയാണ്. പുത്രനായ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന് നമ്മുടെ ഭാഷയിൽ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ മനുഷ്യാവതാരം നടന്നില്ലായിരുന്നെങ്കിൽ ദൈവം എന്ന ആശയം വെറും ആശയമായി തന്നെ നിന്നു പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും മറ്റ് മതസ്ഥർക്കാർക്കും ദൈവത്തെപ്പറ്റി വ്യക്തമായൊരു ധാരണയില്ലല്ലോ. ഒരു ഏകദേശ രൂപം മാത്രമേ ഉള്ളൂ. ക്രൈസ്തവർക്ക് മാത്രമേ അറിയാവുള്ളൂ കൃത്യമായിട്ട് ദൈവം ആരാണ് എന്താണ്. കാരണം പുത്രനായ തൃത്വത്തിലെ ഒരുവൻ തന്നെ നമ്മുടെ ഇടയിലേക്ക് വന്ന് ദൈവം ആരാണെന്ന് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ എന്നെ കാണുന്നവൻ പിതാവിനെ കാണും. ഇനി നമുക്ക് ഈ മനുഷ്യാവതാരം എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. മനുഷ്യാവതാരത്തിന്റെ പൊതുവായി പറയുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തുടങ്ങാം. അതെന്താണ്? യേശു ദൈവിക വ്യക്തിയാണ്. കാരണം ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളാണ്. ഈ ത്രിത്വത്തിൽ രണ്ടാമത്തെ ആള് മനുഷ്യനായി തീരുകയാണ് ചെയ്തത്. അപ്പൊ യേശുവിന്റെ യഥാർത്ഥ വ്യക്തിത്വം ദൈവിക വ്യക്തിത്വമാണ്. യേശുവിന് ഏക വ്യക്തിത്വമേ ഉള്ള ദൈവിക വ്യക്തിത്വമാണ്. മനുഷ്യനായി തീരുക, ആ വാക്ക് പ്രധാനപ്പെട്ട, ഹി ബിക്കെയിം മാൻ, മനുഷ്യനായി തീരുകയാണ് ചെയ്തത്. ഈ മനുഷ്യനായി തീർന്നപ്പോൾ എന്താ പ്രത്യേകത? ദൈവത്വത്തിൽ തുടർന്നുകൊണ്ടാണ് മനുഷ്യനായി തീർന്നിരിക്കുന്നത്. ദൈവത്വത്തിൽ തുടർന്നുകൊണ്ടാണ് മനുഷ്യനായി തീർന്നിരിക്കുന്നത്. മനുഷ്യനായി തീർന്നപ്പോൾ ദൈവത്വം നഷ്ടപ്പെട്ടില്ല. ദൈവമായിരിക്കെ തന്നെ മനുഷ്യനാവുകയാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിന് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. HYPOSTATIC, ഹൈപ്പോസ്റ്റാറ്റിക്. ഹൈപ്പോസ്താസിസ് എന്ന വാക്കിനർത്ഥം പേഴ്സൺ, വ്യക്തി എന്നാണ്. ഹൈപ്പോസ്താസിസ്, പേഴ്സൺ അല്ലെങ്കിൽ വ്യക്തി. അപ്പൊ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? യേശു എന്ന വ്യക്തിയിൽ അവിടുത്തെ ദൈവത്വവും അല്ലെങ്കിൽ ദൈവപ്രകൃതിയും മനുഷ്യനായി തീർന്നപ്പോൾ സ്വീകരിച്ച മനുഷ്യപ്രകൃതിയും ഒന്നായി തീർന്നു, ഒരുമിച്ചു. കാൽസിഡോൺ സൂനകദോസിൽ 431 നടന്ന കാൽസിഡോൺ സൂനകദോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം ഇതാണ്. അതായത് ഒരേ സമയം ഈശോ ദൈവവും ഒരേ സമയം മനുഷ്യനും, ഒരേ സമയം 100% ദൈവവും ഒരേ സമയം 100% മനുഷ്യനും. അതെങ്ങനെയായി ആയിത്തീർന്ന രീതിയാണ് ഈ പറയുന്നത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ.
നിങ്ങൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉപസ്ഥിതിപരമായ ഐക്യം. ഉപസ്ഥിതി, ഹൈപ്പോസ്റ്റാറ്റിക്, ഉപസ്ഥിതിപരമായ ഐക്യം, അല്ലെങ്കിൽ ഏക വ്യക്തിയിലുള്ള ഇരു പ്രകൃതികളുടെ, ദൈവികവും മാനുഷികവുമായ പ്രകൃതികളുടെ ഇരു പ്രകൃതികളും ഏക വ്യക്തിയിൽ ഐക്യപ്പെട്ടു. ഇവിടെ ഐക്യപ്പെട്ടു എന്ന വാക്ക് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഐക്യപ്പെട്ടപ്പോൾ അപ്പോൾനാരിസ് എന്ന് പറയുന്ന പാഷണ്ഡതക്കാരൻ പറഞ്ഞ എന്താണ്? ദൈവീയ വ്യക്തിയാണല്ലോ, മനുഷ്യത് സ്വീകരിച്ചതല്ലേ ഉള്ളൂ, ദൈവ വ്യക്തിയാണ്, ഒറിജിനലി ദൈവിക വ്യക്തിയാണ് യേശു, മനുഷ്യപ്രകൃതി സ്വീകരിച്ചതാ. അപ്പൊ അതുകൊണ്ട് ഈ അപ്പോൾനാരിസ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തു, യേശുവിന്റെ ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും തുല്യ പ്രാധാന്യമില്ല, സ്ഥാനമില്ല. ദൈവപ്രകൃതിക്കാണ് മുൻഗണന, മനുഷ്യപ്രകൃതി അങ്ങ് മങ്ങിപ്പോയി. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് ദൈവപ്രകൃതിയെ മനുഷ്യപ്രകൃതിയെ വിഴുങ്ങിക്കളഞ്ഞു, അല്ലെങ്കിൽ ദൈവപ്രകൃതിയിൽ മനുഷ്യപ്രകൃതി ലയിച്ചില്ലാതായിപ്പോയി. അത് വലിയ അബദ്ധമാണ് പഠിപ്പിച്ചതെന്ന് സഭ കണ്ടെത്തി തിരുത്തി. സഭ എന്ത് പറഞ്ഞു? അല്ല, യേശുവിന്റെ വ്യക്തിത്വം ദൈവിക വ്യക്തിത്വം തന്നെ, യാതൊരു സംശയമില്ല. പക്ഷേ ആ ദൈവിക പ്രകൃതി മനുഷ്യനായി തീർന്ന യേശു മനുഷ്യനായി തീർന്നപ്പോൾ മനുഷ്യപ്രകൃതിയെ സ്വാംശീകരിക്കുകയോ വിഴുങ്ങിക്കളയോ ഇല്ലാതാക്കുകയോ ചെയ്തില്ല. രണ്ട് പ്രകൃതികളും അതതിൻ്റെതായ സവിശേഷതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഐക്യം സംഭവിച്ചിരിക്കുന്നത്. വേറൊരു ഉദാഹരണം നമുക്ക് എടുക്കാൻ പെട്ടെന്ന്, ഒരു ഭാര്യയും ഭർത്താവും. ഇത് പറ്റിയ ഉദാഹരണം ഒട്ടും ചേർന്നതല്ല കേട്ടോ, ചെറുതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു ഭാര്യയും ഭർത്താവും വിവാഹം എന്ന കൂതാശ വഴി ഒന്നായി തീർന്നു. ഈ ഒന്നാകലിന്റെ ആഴം കാണിക്കാൻ വേണ്ടി വേദപുസ്തകം ഉപയോഗിക്കാൻ നമുക്ക് ശരീരം എന്നാ പറയുന്നത്, ഒറ്റ ശരീരം. അവിടെ ശാരീരിക ബന്ധത്തെ പറ്റിയുള്ള സൂചന ഒന്നും അവിടെ ഇല്ല കേട്ടോ. അവർ ഇരുവരും ഒരു ശരീരമായി തീരും എന്ന് പറയുമ്പോൾ ശാരീരിക ബന്ധത്തെ പറ്റി യാതൊരു സൂചന ആ വാക്കിലില്ല. ആ വാക്കിന്റെ ഏക അർത്ഥം അവർ തമ്മിൽ ഐക്യം 100% ആയി കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഒരു ശരീരത്തിൽ വിഭജനം പറ്റിയല്ല, അത് കാണിക്കാൻ വേണ്ടിയാണ് ഒരൊറ്റ ശരീരം. അപ്പൊ ആ എക്സാമ്പിൾ എടുക്കുക. നമുക്കറിയാം, രണ്ടുപേരുടെ വ്യക്തിത്വത്തിൽ മാറ്റം വരുന്നുണ്ടോ? ഇല്ല. വ്യത്യസ്ത മാതാപിതാക്കളിൽ നിന്നും പാരമ്പര്യം ജനിച്ചിരിക്കുന്നവരുടെ രണ്ടുപേരുടെയും വ്യത്യസ്തം ടോട്ടലി ഇൻഡിപെൻഡന്റ് ആണ്. രണ്ടുപേരുടെയും പ്രകൃതി തീർത്തും വ്യത്യസ്തമാണ് സാധാരണഗതി. പക്ഷെ അവര് രണ്ടുപേരും ഒറ്റ ശരീരമാകത്തക്കവണ്ണം ഒന്നായി തീർന്നിരിക്കുന്നു. ഒന്നായി തീർന്നുള്ള സത്യമാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ഓരോരുത്തരും അവരുടേതായ സ്വഭാവവും പ്രകൃതിയും വ്യത്യസ്തതയും നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പൊ ദൈവപുത്രൻ മനുഷ്യനായപ്പോൾ മനുഷ്യത്വം മങ്ങലേറ്റില്ല. മനുഷ്യപ്രകൃതിക്ക് ഒരു 30%, ദൈവപ്രകൃതിക്ക് ഒരു 70%. അല്ല, 100% ദൈവപ്രകൃതി, 100% മനുഷ്യപ്രകൃതി. വേറെ വാക്കിൽ പറഞ്ഞാൽ അതിന്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഇനി പറയാൻ പോകുന്നത്, മനുഷ്യപ്രകൃതി പൂർണ്ണമായതുകൊണ്ടാണ് യേശുവിന് പീഡയേൽക്കാനും മരിക്കാനും പറ്റിയത്. ഒരു ഭാഗിക മനുഷ്യപ്രകൃതി ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇത് സാധ്യമാകാതെ പോകും. 80% 90% ദൈവവും 10% മനുഷ്യനും ആയിരുന്നെങ്കിൽ യേശുവിന് ശരീരത്തിൽ പീഡ സഹിക്കാൻ പറ്റുകയില്ല, കുരിശിൽ മരിക്കാൻ പറ്റുകയില്ല. അപ്പൊ യേശുവിന്റെ ആ മാനുഷിക പ്രകൃതിയിലാണ് അവിടുത്തെ ശരീരമുള്ളത്. മാനുഷിക പ്രകൃതിയിലെ ശരീരമുള്ളല്ലോ, ദൈവിക പ്രകൃതി ശരീരമില്ല. മാനുഷ്യ പ്രകൃതി പൂർണ്ണമായതുകൊണ്ടാണ് അവിടത്തേക്കൊരു പൂർണ്ണ ആത്മാവും പൂർണ്ണ മനസ്സുമുള്ള ഒരു മനുഷ്യപ്രകൃതി. ഒരു പൂർണ്ണ യേശുവിന്റെ മനുഷ്യപ്രകൃതിയിൽ രണ്ട് കാര്യം പറയുന്നത്. പൂർണ്ണ മനുഷ്യാത്മാവ് 100% മനുഷ്യാത്മാവ് യേശുവിനുണ്ടായിരുന്നു, നമുക്കുള്ളതുപോലെ. 100% മനുഷ്യ മനസ്സും ഉണ്ടായിരുന്നു. മാനുഷിക മനസ്സും മാനുഷിക ആത്മാവും, അത് രണ്ടും 100% ഉണ്ടായിരുന്നത് കൊണ്ടാണ് യേശുവിന് ശരീരത്തിൽ പീഡയേറ്റ് കുരിശിൽ മരിക്കാൻ സാധിച്ചത്. അതിപ്പോ യേശുവിന്റെ മാനുഷിക
യേശു മനുഷ്യനാണെന്ന നിലക്കായി ചെയ്തിരിക്കുന്നത്. പക്ഷേ യേശു ദൈവമായതുകൊണ്ടാണ് ആ പ്രവൃത്തികൾ ഫലദായമായത് ഉദ്ധാനത്തിലൂടെ. അപ്പൊ പീഡാനുഭവത്തിലും മരണത്തിലും മനുഷ്യപ്രകൃതിയാണ് പ്രകടമായതെങ്കിൽ ഉദ്ധാനത്തിൽ ദൈവപ്രകൃതി വെളിപ്പെട്ടു. ഇപ്പൊ രണ്ടും ഒരുമിച്ചാ പോകുന്നത്. രണ്ടും ഒരുമിച്ച് പോകണം, രണ്ടും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യണം. പീഡയേറ്റ് മരിച്ചില്ലെങ്കിൽ ഉദ്ധാനത്തിന് പ്രസക്തി ഇല്ലല്ലോ. പക്ഷെ ഉദ്ധാനം ഇല്ലെങ്കിലോ വെറും മനുഷ്യനായിപ്പോയില്ലേ? ആ കാൽവരി പോലെ എത്രയോ പേരെ ഇതുപോലെ അതിക്രൂരമായി പീഡിപ്പിച്ച് കുരിശെ കയറ്റി കൊന്നിരിക്കുന്നു. ഒരർത്ഥവുമില്ല, രക്ഷാകരമായ ഒരർത്ഥവുമില്ല. മനുഷ്യരക്ഷയ്ക്ക് അത് ഉപകാരപ്പെടുന്നില്ല. അപ്പൊ യേശുവിന്റെ മാനുഷിക പ്രകൃതിയിൽ അത് കാൽസിഡോൺ സൂനകോസ് പഠിപ്പിച്ചിരിക്കുന്ന ഞാൻ CCC ടെക്സ്റ്റ് അതുപോലെ ഒന്നും ഞാൻ കൊണ്ടുവന്നില്ല, എൻ്റെ അടുത്ത് ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് അത് വായിക്കാൻ പറ്റുന്നില്ല. അതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രത്യേക നമ്പർ പറയുന്നുണ്ട്, യേശു ശരീരത്തിൽ ചെയ്ത എല്ലാ പ്രവൃത്തികളും, പ്രത്യേകിച്ച് അവിടുത്തെ പാടുപീഡകളും കുരിശ് മരണവും അവിടുത്തെ ദൈവിക വ്യക്തിത്വത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ദൈവിക വ്യക്തിയിലാണ് ആരോപിക്കേണ്ടത്, ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടുത്തെ മാനുഷിക പ്രകൃതിയിൽ അവിടുന്ന് ചെയ്തതെല്ലാം, പ്രത്യേകിച്ച് പീഡാനുഭവവും മരണവും, അവിടുത്തെ ദൈവിക വ്യക്തിത്വത്തിലാണ് ആരോപിക്കേണ്ടത്. വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രധാനമന്ത്രി ഒരു വാക്ക് പറയുന്നു, അതേ വാക്ക് തന്നെ വേറെ രാഷ്ട്രീയക്കാരനും പറയുന്നു. പക്ഷെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് പറഞ്ഞത് കൊണ്ടാണ് ആ വാക്കിന് കൂടുതൽ വിലയുള്ളത്, ആധികാരികതയുള്ളത്. അതേ വാക്ക് വളരെ അതിനേക്കാളൊക്കെ താഴെ അതേ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞാൽ അതേ വാല്യൂ ഇല്ല. അപ്പൊ യേശു ശരീരത്തിൽ അനുഭവിച്ച പീഡകളും കുരിശുമരണത്തിനും വിലയുണ്ടായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് ദൈവിക വ്യക്തി ആയിരിക്കെ തന്നെയാണ്, ശരീരത്തിൽ ഈ പീഡകളേറ്റ് മരിച്ചിരിക്കുന്നത്. അവിടുത്തെ ആ ദൈവിക വ്യക്തിത്വത്തിന്റെ ഗുണം കൊണ്ടാണ് ആ പീഡാനുഭവത്തിനും മരണത്തിനും രക്ഷാകര മൂല്യം ഉണ്ടായതും, ആ രക്ഷാകര മൂല്യം ഉണ്ടെന്ന് സ്ഥാപിക്കും തരത്തിൽ 3-ാം ദിവസം യേശുക്രിസ്തുവിന് ഉയർത്തെഴുന്നേൽക്കാൻ സാധിച്ചത്. ഇനി ഈ മനുഷ്യാവതാരത്തിന്റെ ഫലം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് വളരെ സിമ്പിളാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ അദൃശ്യനായ ദൈവത്തെ ദൃശ്യനാക്കി പുത്രനായ ദൈവം, അദൃശ്യനായ ദൈവത്തെ പുത്രനായി ദൃശ്യനാക്കി തന്ന മനുഷ്യാവതാരം. പിന്നെ ദൈവത്തിന്റെയും മനുഷ്യ ഇടയിലുള്ള മധ്യസ്ഥനുമായി. മനുഷ്യ അവതാരം ചെയ്തില്ലായിരുന്നെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ പുത്രനാണെന്ന് തെളിയിക്കപ്പെടുന്ന മനുഷ്യാവതാരത്തിലൂടെയാണ്. മനുഷ്യാവതാരം നടന്നില്ലായിരുന്നെങ്കിൽ ദൈവത്തിൽ നിന്നും പാപം മൂലം അകന്നു പോയ മനുഷ്യരെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുന്ന ആ മധ്യസ്ഥത സാധിക്കാതെ പോകുവായി. ഇവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിനെ ഏക മധ്യസ്ഥൻ എന്ന് വിളിക്കുന്നത്. ഈ ചില പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് ഇതിനർത്ഥം മനസ്സിലാകാതെ അവര് മറ്റു വിശുദ്ധരും മാതാവിന്റെ മധ്യസ്ഥക്കെതിരാണ് ഈ വേദപുസ്തകമാകുമെന്ന് ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. പക്ഷെ അത് രണ്ടാണ്. മാതാവും വിശുദ്ധരും മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിന്റെ മധ്യസ്ഥത പ്രാർത്ഥനയല്ല. യേശു ദൈവത്തോട് മനുഷ്യരെ ഐക്യപ്പെടുത്തിയ അനുരഞ്ജിപ്പിച്ച റോളിനാണ് അവിടെ മധ്യസ്ഥത എന്ന് പറയുന്നത്. പാപം മൂലം ദൈവത്തിന് എന്നേക്കുമായി അകന്നു പോയ, രണ്ട് ധ്രുവങ്ങളിലായി പോയ മനുഷ്യനെയും ദൈവത്തെയും ഒന്നാക്കി തീർത്ത ഒരു ബ്രിഡ്ജ്, ഒരു പാലമാണ് യേശു. ആ അർത്ഥത്തിലാണ് അവിടുന്ന് മധ്യസ്ഥനാണെന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ യേശു, അല്ല കുറച്ചുകൂടെ നല്ല വാക്കിയതായിരിക്കും, ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാന്റെ ദൈവിക വ്യക്തിത്വത്തിൽ
ദൈവിക വ്യക്തിത്വത്തിൽ അവിടുത്തെ ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും കൂടിക്കലരാതെ രണ്ടിന്റെയും സവിശേഷതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും ഈശോയിൽ ഒന്നിച്ചേർന്നു. അതുകൊണ്ട് ഈശോ ഒരേ സമയത്ത് ദൈവവുമാണ്, ഒരേ സമയത്ത് മനുഷ്യനുമാണ്. പീഡയേറ്റ് മരിക്കുന്ന മനുഷ്യൻ നിലയ്ക്ക് ബലഹീനതയാണല്ലോ, മനുഷ്യ പരിമിതിയാണല്ലോ. വിശക്കുന്നു, തളരുന്നു, ക്ഷീണിക്കുന്നു, കോപിക്കുന്നു. മറുവശത്ത് എന്താ? ഒറ്റ വാക്കുകൊണ്ട് കടലിനെ ശാന്തമാക്കുന്നു, ഒറ്റ വാക്കുകൊണ്ട് പച്ചവെള്ളം പിഞ്ഞാക്കുന്നു, ഒറ്റ വാക്കുകൊണ്ട് മരിച്ചവൻ ഉയർപ്പിക്കുന്നു. അപ്പൊ സൈഡ് ബൈ സൈഡ് ആയിട്ട് പോവുക എപ്പോഴും. യേശു രണ്ട് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ല. യേശു ഒരു പേഴ്സണാലിറ്റിയേ ഉള്ളൂ, ഒരു വ്യക്തിയേ ഉള്ളൂ. അത് ദൈവിക വ്യക്തിയാണ്. പക്ഷെ ദൈവിക വ്യക്തിയിൽ ഈ ദൈവിക പ്രകൃതിയും മനുഷ്യപ്രകൃതിയും ഒരേ സമയത്ത് നിലനിൽക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് യേശുവിനെ ദൈവപുത്രൻ എന്നും മനുഷ്യപുത്രനെന്നും ഒരേ സമയത്ത് പറയാൻ പറ്റും. പിതാവായ ദൈവത്തിന്റെ അതേ സത്തയിൽ പങ്കുകാരനായതുകൊണ്ട് യേശു ദൈവപുത്രനാണ്. കന്യകാമറിയത്തിന് സ്വീകരിച്ച മാനുഷിക സത്ത മൂലം യേശു മനുഷ്യപുത്രനുമാണ്. അപ്പോൾ പിതാവിൽ നിന്ന് സ്വീകരിച്ച പിതാവിൽ നിന്ന് ജനിച്ച പുത്രനായതുകൊണ്ട് യേശു പിതാവിന്റെ അതേ സത്തയിൽ പങ്കുകാരനാണ്. ആ അർത്ഥത്തിലാണ് അവിടെ ദൈവപുത്രനാണെന്ന് പറയുന്നത്. മനുഷ്യപുത്രനാന്ന് പറയുമ്പോഴോ യേശു സ്വീകരിച്ച മനുഷ്യപ്രകൃതി, മറിയത്തിന് സ്വീകരിച്ച മനുഷ്യപ്രകൃതി നമ്മുടേതിന് കൃത്യം തുല്യമായ മനുഷ്യപ്രകൃതിയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം പറയുന്നത്, അവൻ പാപം ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, നമ്മളെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ്. അപ്പം യേശുവിന് മനുഷ്യകുലവുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണ്. നമ്മുടെ മനുഷ്യപ്രകൃതി യേശു സ്വീകരിച്ചത് കൊണ്ട് നമ്മുടെ മനുഷ്യപ്രകൃതി അതേ പ്രകൃതി തന്നെയാണ് യേശു സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുമായും മനുഷ്യകുലം മുഴുവനുമായും യേശുവിന് ഒരു ഐക്യമുണ്ട്. അതുകൊണ്ടാണ് അവനെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കുന്നത്. അതേസമയം തന്നെ പിതാവിൽ നിന്ന് ജനിച്ചവനും പിതാവിന്റെ അതേ സത്ത, എസൻസ് ഉള്ളവനുമായതുകൊണ്ട് ഈശോ ദൈവപുത്രനുമാണ്. ഇനി ഈ രണ്ട് ആശയങ്ങളും നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചത്, നേരത്തെ പറഞ്ഞ ഈശോ ദൈവപുത്രനാണ് എന്നുള്ള വിഷയത്തിന്റെ ഒരു വിശകലനമാണ് നമ്മൾ നടത്തിയത്. ഇനി നമുക്ക് ഈ നേരത്തെ ചോദിച്ച മനുഷ്യപുത്രൻ എന്നതിന് കുറച്ചുകൂടെ വിശദാംശങ്ങൾ പറയുകയാണെങ്കിൽ ഇത് പൂർത്തിയാകും. അപ്പോൾ പക്ഷെ അത് പറയണമെങ്കിൽ ഇനിയുള്ള സമയം തികയില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ 15 മിനിറ്റ് ആണല്ലോ, 14 മിനിറ്റ് ആണുള്ളത്. ഈ സമയത്ത് നമുക്ക് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ പറഞ്ഞത് വളരെ 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 ബുദ്ധിമുട്ടും ഗഹനവുമായ കാര്യങ്ങളാണെന്ന് അറിയാം. എത്ര പ്രാവശ്യം ആവർത്തിച്ചാലും വ്യക്തത കിട്ടാൻ പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് അതേപ്പറ്റി വേണമെങ്കിൽ അല്പനേരം സംസാരിക്കാം. എന്നിട്ട് ഈ പറഞ്ഞത് യേശു മനുഷ്യപുത്രൻ, ഇപ്പൊ നമ്മൾ മനുഷ്യപുത്രൻ ആശയം ഏതാണ്ട് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ബിബ്ലിക്കൽ പശ്ചാത്തലത്തില്, വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ദാനിയേൽ പ്രവചനത്തെ പ്രത്യേകിച്ച് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങൾ അടിസ്ഥാനമാക്കി ഒരു വിശകലനം നടത്തിയാലേ മനുഷ്യപുത്രൻ എന്നതിന്റെ ശരിയായ അർത്ഥത്തിൽ പൂർണ്ണത്തേക്ക് വരാൻ പറ്റും. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ അനേക ഇടങ്ങളിൽ, അനേക സന്ദർഭങ്ങളിൽ മനുഷ്യപുത്രൻ എന്ന വാക്ക് ഈശോ ഉപയോഗിക്കുന്നുണ്ട്. മറ്റാരും ഉപയോഗിക്കുന്നില്ല ഈശോയെ പറ്റി പറയാനായിട്ട്. രക്തസാക്ഷിയായ സ്റ്റീഫൻ ഒഴികെ വേറെ ആരും ഈശോയെ മനുഷ്യപുത്ര എന്ന് വിളിക്കുന്നില്ല. ഈശോ മാത്രമേ ആ പദം തനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. പുതിയ നിയമത്തിലെ ആ സന്ദർഭങ്ങളും ആ വചനവും എടുത്ത് വിശദീകരിച്ച് നമുക്കത് അടുത്ത പ്രാവശ്യം പറയുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ തയ്യാറായിട്ടുണ്ട്, പക്ഷെ അതിപ്പോ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് തൽക്കാലം വേണ്ടെന്ന് വിളിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ പറഞ്ഞ കാര്യത്തെ പറ്റി അല്പസമയം സംസാരിക്കാം, പങ്കുവെക്കാം.
നിങ്ങൾക്ക് മനസ്സിലായത് പറയാം, മനസ്സിലാകാത്തതും പറയാം. ചോദ്യങ്ങളായിട്ട് തന്നെ വേണമെന്നില്ല. മനസ്സിലായത് ഇങ്ങനെയാണ്, അങ്ങനെ അത് അതാണല്ലോ ഷെയറിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇന്നതാണ്, അങ്ങനെ പറയാമല്ലോ. ചിലപ്പോൾ മനസ്സിലാക്കിയതിൽ ചിലപ്പോൾ കുറവുണ്ടായിട്ടുണ്ടാകാം. അപ്പം അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്ത് അത് കുറച്ചുകൂടെ പൂർത്തിയാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ ചെയ്തിരുന്ന ഇങ്ങനത്തെ ക്ലാസ്സുകൾക്ക് എപ്പോഴും ഫീഡ്ബാക്ക് എഴുതിത്തരാൻ പറയുമായിരുന്നു. ഇപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവരും ഒരു 3-4 പാരഗ്രാഫിലായിട്ട് ആ ഫീഡ്ബാക്ക് എഴുതി അയച്ചു തരും. അപ്പൊ അതിൽ നിന്ന് അത് വെച്ചിട്ട് ഞാൻ 2ാമത്തെ ക്ലാസ് തുടങ്ങി. അപ്പൊ അന്നത്തേക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചിലത് മനസ്സിലാക്കിയിട്ടില്ല, തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പോലും. അതുകൊണ്ടാണ് ഈ ഫീഡ്ബാക്കിന്റെ ആവശ്യം. ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളൊരു അതിനൊരു ബുദ്ധിമുട്ടണം. ഒരു ഹോംവർക്കാണ്. നിങ്ങളിപ്പോ ഇന്ന് ഇത് ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് ഇതിൽ നിന്ന് എന്ന് നിങ്ങൾക്കൊരു 3-4 പോയിന്റ്സ് ആയിട്ട് ഒന്ന് എഴുതി അയച്ചു തരികയാണെങ്കിൽ, ഇതിനെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെയിൽപാളത്തിലെ പോക്ക് പോലെ ഇതേ റെയിൽപാളത്തിന് പാരലായിട്ട് റോഡ് നമ്മൾ ചില സ്ഥലത്ത് കാണാറില്ല. റോഡിൽ ബസ്സും കാറും ഒക്കെ അവർക്കൊക്കെ ഈ ഡ്രൈവർക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ചു പോകാനൊക്കെ പറ്റും. പക്ഷേ ഈ ട്രെയിനിന്റെ ഡ്രൈവർക്ക് വല്ല സ്വാതന്ത്ര്യമുണ്ടോ? ഒരു ആഴ്ചത്തെ മറ്റേ അറ്റം വരെ പോകുന്ന ട്രെയിൻ എടുക്കുക. ഇപ്പൊ കന്യാകുമാരി നിന്ന് ഡൽഹിക്ക് പോകുന്ന ട്രെയിൻ എടുക്കുക. ആ ട്രെയിനിന് വല്ലയിടത്തും വെച്ച് ആ ഡ്രൈവർക്ക് ഒരു സ്വാതന്ത്ര്യം എടുക്കാം. ഇല്ല, ആ പാളത്തെ കൂടെ തന്നെ പോയേ പറ്റുള്ളൂ. ആ റെയിൽ പാളത്ത് ഒരു അണ്ണുവിട മാറിപ്പോയല്ല 16 പോയി താഴെ കിടക്കും. ഇതുപോലെയാണ് ഈ ഡോക്ട്രിൻസ്, അതല്ല വിശ്വാസത്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. ഈ വിശ്വാസത്യങ്ങളിൽ ഈ ആദ്യകാലത്തെ പാഷണ്ഡതകൾക്ക് എങ്ങനെയാ ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, അവരാർക്കും ദുരുദ്ദേശം ഉണ്ടായിരുന്നവരില്ല. ദൈവത്തെ പറ്റി അറിയാനുള്ള അന്വേഷിച്ച് അവർക്ക് ചെറുതായിട്ട് പാളം തെറ്റിപ്പോയി. പാളം തെറ്റിയപ്പോ അവരെ സഭ പാഷണ്ഡതക്കാരെന്ന് ശപിച്ച് തള്ളേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് ഈ വിശ്വാസ രഹസ്യങ്ങൾ വളരെ കൃത്യതയോടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ ഞാനും കുറ്റക്കാരനാണ് ദൈവസന്നിധിയിൽ. അതുകൊണ്ടാണ് ഇതൊന്നും ആദ്യം ഇത്തരം വിഷയങ്ങൾ ആദ്യം ചർച്ച പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെയാണ്. മനസ്സിലാക്കാൻ ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് ആൾക്കാരുടെ മുഖത്ത് നോക്കി പറയുന്നവരല്ലല്ലോ ഇത്. ആരെന്ത് മനസ്സിലാക്കിയത് എങ്ങനെ നമ്മൾ അറിയുന്നത്? അതുകൊണ്ട് റിസ്ക് ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഈ ഇന്നത്തെ ക്ലാസ് എങ്കിലും എന്ത് മനസ്സിലാക്കിയെന്ന് ചുരുക്കി ഒന്ന് എഴുതി, ഇംഗ്ലീഷോ മലയാളത്തിലോ എഴുതി ഒന്ന് അയച്ചു തരണം. അപ്പോ അതിലെന്തെങ്കിലും പോരായ്മ വരാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ പ്രിസിഷൻ കുറവ് കൊണ്ട് ഒരു സർജറിയിൽ ഒരാൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഡോക്ടർ പറയുന്ന സർജറിയിൽ ചെറിയൊരു പ്രിസിഷൻ കുറവ് മതി. അതിനേക്കാൾ ഗൗരവമായത് അതൊരു മനുഷ്യന്റെ ശരീര ജീവനെ പൊഴുത നിത്യജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് തെറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ശരി, നമുക്കിപ്പോ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോളോ അപ്പ് ആയിട്ട് നിങ്ങളൊരു ഒരു 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 മാറ്റർ ഇവിടെ തയ്യാറാക്കി അയച്ചു തരണം. അപ്പൊ അത് അവസാനം കൊണ്ടേ ആയാൽ എനിക്ക് പ്രയോജനപ്പെടുകയില്ല. ഇന്നും നാളെ മറ്റന്നാളൊക്കെ എടുത്താണ് കിട്ടിയാൽ അത് ഒന്നുകൂടെ തന്നെ വെച്ച് നോക്കി നമുക്ക് വേണ്ടതുപോലെ വിശകലനം ചെയ്യാൻ പറ്റുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ജോസച്ചോ വിശ്വമിശേക്ക് സ്വീകരിക്കട്ടെ. അത് ചെറിയച്ഛനാണ്. അച്ഛനാം മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞതിനെ പറ്റിയുള്ള വിശകലനം മനസ്സിലായി. വെരി 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 സോ മെനി താങ്ക്സ്. ഇപ്പൊ ഇന്ന് അച്ഛൻ പറഞ്ഞ കാര്യത്തെ പറ്റിയാണ് ഒരു വിശദീകരണം. ഇപ്പൊ വേണമെന്നില്ല. അച്ഛൻ പറഞ്ഞു യേശുക്രിസ്തു മനുഷ്യാവതാരം വഴി ആ ദൈവികത്വത്തിന് യാതൊരു ചാഞ്ചല്യവും കുറവും വന്നില്ല, ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പൈൻസിലുള്ള ലേഖനത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആനിൽ പ്രാർത്ഥിക്കുന്നതാണ്, തന്നോടുള്ള സമാനത നിലനിർത്താൻ ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി മനുഷ്യനെ രൂപം സൂചിച്ചു. അപ്പൊ ശൂന്യനാക്കി എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന്റെ ആ സത്തയ്ക്ക് അല്പമെങ്കിലും കുറവ് ചില വിശ്വാസികൾ, ചില സഭക്കാര് ദൈവികത്വം സപ്രസ് ചെയ്തെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് അത് പാഷണ്ഡതയാണ്, ആദ്യകാലത്തെ പാഷണ്ഡതയിൽ ഒന്നാണത്. അതിനാണല്ലോ നമ്മൾ ഇനി ഒരു ക്ലാസ് നമുക്ക് ഒന്നല്ല പല ക്ലാസ് 7 എക്യുമെനിക്കൽ കൗൺസിലിനെ പറ്റി നമുക്കൊരു പഠന പരമ്പര ഇതിനകത്ത് വരുന്നുണ്ട്. 7 എക്യുമെനിക്കൽ കൗൺസിൽസ്. അത് എനിക്ക് വേണം, ഞാൻ ആദ്യം ഇതിന് ആമുഖമായ ഒരു ഓഡിയോ പ്രസിദ്ധപ്പെടുത്തിയില്ല. അതിനകത്ത് സൂചിപ്പിച്ചു പോയിട്ടുണ്ട് 7 പാഷണ്ഡതകളെ പറ്റി. അപ്പം അതിൽ ചില പാഷണ്ഡതകളാണ് ഈ പറയുന്നത്. അതായത് നേരത്തെ ഒരു മറുവശം പറഞ്ഞില്ല, അത് മനുഷ്യത്വത്തെ വിഴുങ്ങിക്കളഞ്ഞെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ഒന്നാണ്
ദൈവികത നഷ്ടപ്പെട്ടു പോയി. മനുഷ്യരൂപം ധരിച്ചപ്പോൾ സ്വയം ശൂന്യമാക്കില്ല. സ്വയം ശൂന്യമാക്കിയ അർത്ഥം അവിടെ ഹ്യൂമിലിയേഷൻ ആണ് കാണിക്കുന്നത്. അവിടെ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് ഇപ്പം മാർപ്പാപ്പ വത്തിക്കാനിൽ മാർപ്പാപ്പ ഇരിക്കുന്ന ഒരു സിംഹാസനമുണ്ട്. മാർപ്പാപ്പ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് ഒരു പ്രാവശ്യം താഴെ വന്നിട്ട് ആൾക്കാരിരിക്കുന്ന കസേര വന്നിരുന്നു എന്ന് കരുതി മാർപ്പാപ്പയുടെ സ്ഥാനം പോകുന്നില്ല, മാർപ്പാപ്പയുടെ പ്രൈവസി പോകുന്നില്ല. അദ്ദേഹം ഒന്ന് എളിമപ്പെട്ട് താഴെ വന്നിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ദൈവം മനുഷ്യനായത് സ്വയം ശൂന്യനാക്കി എന്ന് പറയുമ്പോൾ ദൈവത്വം കളഞ്ഞു എന്ന അർത്ഥം ഒട്ടുമില്ല. മറിച്ച് ദൈവമായിരിക്കെ തന്നെ അതുകൊണ്ടാണല്ലോ എന്റെ ബലം എന്നത്. മാർപ്പാപ്പ ആയിരിക്കെ തന്നെ താഴെ വന്നിരുന്നത് കൊണ്ടാണ് നോട്ട് ചെയ്യപ്പെടുന്നത്. നമ്മളെപ്പോൾ സാധാരണക്കാർ പോയിരുന്ന ആരും നോട്ട് ചെയ്യുന്നില്ല. പക്ഷെ മാർപ്പാപ്പ കൂടെ വന്നിരുന്നല്ലോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പൊ ദൈവം ആയിരിക്കെ തന്നെ സ്വയം താന്ന് മനുഷ്യനായത് സ്വയം താഴലാണല്ലോ. ദൈവം മാലാഖയാകുകയായിരുന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ദൈവം ഒരു മാലാഖയാകുകയായിരുന്നു, അത് അടുത്ത ഗ്രേഡാണല്ലോ. അതിനേക്കാളും പിന്നെ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡിലേക്കാണ് വന്നത്, മനുഷ്യനാകുകയാണ് ചെയ്തത്. അപ്പൊ ആ ശൂന്യമാക്കൽ എന്ന് പറയുമ്പോൾ ദൈവത്വം 1% ഒരു 1% പോലും കളഞ്ഞെന്ന് അർത്ഥമില്ല. ദൈവം ആയിരിക്കെ തന്നെ എളിമപ്പെട്ടു, മനുഷ്യനായി. അത്രേ ഉള്ളൂ. താങ്ക് യു. സപ്രഷൻ എന്നിപ്പോ സഭ പഠിപ്പിക്കുന്നില്ല. അപ്പോ അയ്യോ, അത് പാട്ടേണ്ടത് എന്റെ ഈശോയെ, വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ചിലരൊക്കെ ചോദിച്ചതുകൊണ്ടാണ്. അല്ല, തീർച്ചയായും ഇങ്ങനത്തെ ചോദിക്കണം വിചാരിച്ചു. ഇങ്ങനത്തെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും. കാരണം ഇങ്ങനെ ചോദിക്കും പലരുടെയും മനസ്സിൽ കാണും. ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് നമുക്ക് അതേപ്പറ്റി ഒന്നുകൂടെ പറയാൻ അവസരമാകുകയാണല്ലോ. അതാണല്ലോ എപ്പോഴും പറയുന്നത്. ദൈവം ഈ കാൽസെഡോൺ സൂനകദോസിന്റെ സവിശേഷത അതാ, 100% ദൈവവും 100% മനുഷ്യനും ഒരേ സമയം. അപ്പൊ നമ്മൾ ഈ മനുഷ്യപുത്രനെ പറ്റിയുള്ള ഇത് നാളെ അടുത്ത ക്ലാസ്സിൽ വരും, കുറച്ചുകൂടെ വ്യക്തത കിട്ടും. അപ്പോൾ കർത്താവ് അവസാനം പറയുന്നതെല്ലാം മനുഷ്യപുത്രൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് അന്ത്യവിധിക്ക് വരുമ്പോ എങ്ങനെയാ മനുഷ്യപുത്രൻ വാനമേഘങ്ങൾ വരുമ്പോൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇടത്തും വലത്തോട്ട് തിരിക്കാനായിട്ട് മനുഷ്യനെ കൂടെ പറ്റിയല്ലോ, ദൈവത്തിനല്ലേ പറ്റുള്ളൂ. പക്ഷെ അവിടെ ഈശോ ഉപയോഗിക്കുന്ന വാക്ക് ദൈവപുത്രൻ എന്നല്ല, മനുഷ്യപുത്രൻ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യനായി തീർന്നപ്പോൾ അവിടുത്തെ ദൈവത്വത്തിൽ യാതൊരു കുറവും വന്നിട്ടില്ല. പൂർണ്ണ ദൈവവും അതേസമയം. അതാണ് ആ കൈപ്പോസ്റ്റാറ്റ് യൂണിയൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചില്ല. അത് ഭയങ്കര വാക്കാണത്. അതായത് അത് ലിറ്ററൽ മീനിങ് ഇതാ, വ്യക്തിത്വത്തിൽ 2 പ്രകൃതികളും ഒരുമിച്ചു എന്നർത്ഥം. അപ്പൊ ദൈവിക വ്യക്തിത്വത്തിൽ, യേശുവിന്റെ ദൈവിക വ്യക്തിത്വത്തിൽ അവിടുത്തെ ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും ഒന്നിച്ചു. ആ ദൈവീയ വ്യക്തിത്വത്തിൽ ആരും മറ്റില്ല. അതാണ് ഫൗണ്ടേഷൻ. ദൈവീയ വ്യക്തിത്വത്തിലാണ് ഈ 2 പ്രകൃതികളും സംയോജിച്ചിരിക്കുന്നത്. സംയോജിച്ചപ്പോഴും രണ്ടും ഓരോന്നിന്റെയും സവിശേഷതകൾ 100% നിലനിർത്തുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. മറ്റാർക്കെങ്കിലും? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണേ. എന്റെ പേര് മോളി. അപ്പോൾ പഴയ നിയമകാലത്ത് പുത്രനായ ദൈവം ഉണ്ടാകാഞ്ഞത് എന്തുകൊണ്ടാണ്? ഉണ്ടായിരുന്നു. ദൈവം പുത്രൻ ജനിച്ചത് പുതിയ നിയമത്തിലായിട്ടല്ലേ പറയുന്നത്? അതായത് മനുഷ്യാവതാരം നടന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, മനുഷ്യ അവതാരം എന്ന സംഭവം നടക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ഹിസ്റ്ററി, ഇറ്റ് ഈസ് ഇൻ ടൈം. പക്ഷെ ദൈവമായിരിക്കുന്നത് ഔട്ട്സൈഡ് ഓഫ് ടൈമിലാണ്, കാലത്തിന് മുമ്പാണ്. അതിനെ നമ്മളൊരു വാക്ക് അനാദിയിൽ. നമ്മൾ ഈ ബൈബിൾ തുറക്കുമ്പോൾ ആദ്യം വായിക്കുന്ന വാക്യം എന്നറിയാവോ? ആദിയിൽ, അല്ലെ? 1 അധ്യായം 1 വാക്യം എന്നതാ, ആദിയിൽ ദൈവം ആകാശഭൂമിയും സൃഷ്ടിച്ചു, അല്ലെ? അപ്പൊ ആദി എന്ന് പറഞ്ഞപ്പോ അർത്ഥം അവിടെ ഒരു അനാദി ഉണ്ടല്ലോ. അപ്പം ആ സൃഷ്ടി നടക്കുന്ന ആദിയിൽ, പക്ഷെ സൃഷ്ടാവ് അനാദിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. പിതാവ് ഉള്ളപ്പോ തന്നെ പുത്രനുമുണ്ട്, പിതാവും പുത്രനുള്ളപ്പോ തന്നെ പരിശുദ്ധാത്മാവുമുണ്ട്. അതേസമയം നമ്മൾ ഇങ്ങനെ പറയും, പിതാവിൽ നിന്ന് ജനിച്ചവൻ പുത്രൻ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പരിശുദ്ധാത്മാവ്. അപ്പൊ ജനിച്ചു എന്നും പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാൻ പോകുന്നത് എന്താണ്?
ഒരു കാര്യം ആദ്യം നടന്നു, രണ്ടാമത്തെ കാര്യം പിന്നെ നടന്നു നമ്മൾ വിചാരിച്ചു പോകുന്നത്. നമ്മൾ മനുഷ്യരായ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ആദ്യം അപ്പൻ ജനിച്ചു, പിന്നെ മകൻ ജനിച്ചു. അങ്ങനെയല്ല ദൈവത്തിൽ. ദൈവത്തിൽ 3 പേരും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സമയത്തുണ്ട്. നമ്മൾ പ്രാർത്ഥനകളൊക്കെ അവസാനിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ഒരർത്ഥം അറിയാതെ നമ്മൾ പറയും ആമേൻ. എന്താ അതിന്റെ അർത്ഥം? അവിടെ നമ്മൾ ഏറ്റു പറയുന്നത് ഇത് തന്നെയാ. ദൈവം ഒരേ സമയത്ത് സമയം എന്ന് പറയാൻ പറ്റിയില്ല, വാക്ക് തെറ്റാണ്. ദൈവം അനാദിയിലെ പിതാവുമാണ്, പുത്രനുമാണ്, പരിശുദ്ധാത്മാവുമാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ കന്യാമറിയത്തിൽ നിന്ന് മനുഷ്യശരീരമെടുത്ത് ജനിച്ച് മനുഷ്യനായി തീർന്നത് പുതിയ നിയമത്തിലാണ്. അത് ശരിയാണ്. പിന്നീട് സംശയം മാറിയോ? മാറി. പിന്നെ കുരിശ് വരയ്ക്കുന്നത് എങ്ങനെയാന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? ഇപ്പൊ അതിലേക്ക് പോണ കാര്യമുണ്ടോ? അതൊക്കെ വേറെ വിഷയങ്ങളാണ്. നമുക്ക് ഈ അല്ല, അത് അതിനകത്തും കാര്യമുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതേപ്പറ്റി ഇപ്പൊ പഠിച്ചിട്ടില്ല, എനിക്കത് പറയാൻ അറിവില്ല അതേപ്പറ്റി. അത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു മിസ്റ്റേക്കും വരരുത്. പറഞ്ഞില്ലെങ്കിലും കുറ്റമില്ല, തെറ്റ് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പറയാൻ പാടില്ലല്ലോ. അത് എനിക്കൊരു ഡൗട്ട് എപ്പോഴും വരുന്നത്, പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി പരിശുദ്ധാത്മാവാൽ ഇങ്ങനെ 2 രീതി പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിലേതാ കറക്റ്റ്? പരിശുദ്ധാത്മാവിനാൽ എനിക്ക് തോന്നുന്നത് രണ്ടും ഒരേ അർത്ഥത്തിലാണ്. അതായത് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് എപ്പോഴും ഒരു അപ്പന്റെ അമ്മയുടെയും രണ്ടുപേരുടെയും ഭാഗത്ത് നിന്നുള്ള സഹകരണം കൊണ്ടാണ്. ഇപ്പൊ കന്യാമറിയത്തിൽ നിന്ന് പുത്രനായ ദൈവം മനുഷ്യനായി അവതരിക്കുന്നത് മാനുഷികമായ മാതാവിന്റെ ഭാഗമുണ്ട്, അല്ലാതെ ഒരു അപ്പന്റെ ഭാഗം ഇല്ല അവിടെ. അപ്പൊ അത് പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ പോലും നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഒരു ഭാര്യയും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം പോലെ അവിടെ ഒന്നുമില്ലല്ലോ. നമ്മൾ മാനുഷികയിൽ അങ്ങനെ ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവും മറിയത്തിൽ എങ്ങനെയാ പ്രവർത്തിച്ചത് ഒരു ഐഡിയ നമുക്കില്ല, ഇന്നുവരെ ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല. ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ. പരിശുദ്ധാത്മാവിനാലായിരിക്കും നല്ല വാക്കതാന്ന് തോന്നുന്നില്ലേ മലയാള ഭാഷ വെച്ച് നോക്കുമ്പോൾ? പരിശുദ്ധാത്മാവാൽ എന്ന് പറയുമ്പോൾ എനിക്കൊരു കുറെ അല്ല, എന്റെ കാര്യം ഞാൻ പറയാം. എനിക്ക് പ്രാർത്ഥിക്കുമ്പം പരിശുദ്ധാത്മാവാൽ എന്ന് പറയുന്നതാണ് എനിക്ക് ഒന്നും കൂടെ ഒരു അതാ ശരിയെന്ന് തോന്നുന്നു. കംഫർട്ടായിട്ട് തോന്നുന്നു. അതെ, ഇപ്പൊ കേട്ടപ്പോ അതാ ശരിയെന്ന് എനിക്കും തോന്നുന്നു. കൂടുതൽ ശരി അതാ, പരിശുദ്ധാത്മാവാൽ. യെസ്, പരിശുദ്ധാത്മാവിൽ അല്ല, പരിശുദ്ധാത്മാവാൽ. അതായത് അവിടെ യൗസേപ്പിതാവിന് സ്ഥാനമില്ല, മറിച്ച് പരിശുദ്ധാത്മാവ്. അത് മിസ്റ്റീരിയസ് ആണ്. എങ്ങനെയെന്ന് പറയാൻ നമുക്ക് ആർക്കും ഒരു നിവൃത്തിയില്ല. മാതാവും ചോദിച്ചപ്പം ഉത്തരം മാലാഖ വളരെ ഷോർട്ടായിട്ടാണ് കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്രേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. പിന്നെ ഈ ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനത്തിന് ഉപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ ഇംഗ്ലീഷില്, മിസ്റ്ററി അല്ലേ? കുർബാനയിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് രഹസ്യം. അതായത് ദൈവവും ദൈവത്തെ പല കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രഹസ്യാത്മകത, ഒരു വെയിൽഡ്, ഒരു മറക്കപ്പെട്ടൊരവസ്ഥ. അത് കാണിക്കാൻ വേണ്ടിയാണ് പള്ളിയിൽ കർട്ടനൊക്കെ ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്. ദൈവത്തെ ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ടാവില്ല. നമുക്ക് അതിന് സാധ്യത ഉണ്ടാകുന്നത് മരണത്തിന് ശേഷം മാത്രമേ ഉള്ളൂ. സ്വർഗത്തിലാണ് നമ്മൾ ദൈവത്തെ യഥാർത്ഥം കാണാൻ പറ്റുക. അതുകൊണ്ടാണ് ഈ വിശുദ്ധരൊക്കെ ഭൂമിയിൽ അധികം കാലം ജീവിക്കാൻ ആഗ്രഹിച്ചില്ല. നമുക്ക് എത്രയും നാൾ ഇവിടെ കൂട്ടിക്കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. എത്രയും മരിക്കണമെന്ന്, അതൊരു ആത്മഹത്യാ പ്രവണതയൊന്നുമല്ല. എത്രയും മരിക്കണം അവർ ആഗ്രഹിച്ചത് ദൈവത്തെ കാണാനുള്ള കൊതി കൊണ്ടാണ്, ദൈവത്തിൽ നിന്ന് യഥാർത്ഥത കാണാനുള്ള ദാഹം കൊണ്ടാണ്. അപ്പം നമ്മൾ ഈ ക്ലാസ്സിലൂടെയൊക്കെ ചെയ്യുന്നതാണ്, നമുക്ക് പറ്റാവുന്ന രീതിയിൽ തമ്പുരാനെ അന്വേഷിക്കുകയാണ്. ദൈവത്തെ ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ദൈവത്തെ അന്വേഷിക്കുക. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നില്ല, 53-ലാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ദൈവം സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നോക്കി തന്നെ അന്വേഷിക്കുന്നുണ്ടോ എന്ന്. ഇപ്പൊ സങ്കടത്തോടെ എഴുതിയിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് ആരെയും കണ്ടില്ല. ഇപ്പൊ നമ്മൾ ഈ ഞായറാഴ്ചകളിൽ ഈ 1 മണിക്കൂർ അല്ലെങ്കിൽ അതേപോലെ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു വായിച്ചൊക്കെ ഒരുങ്ങി ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തെ എന്തുമാത്രം സന്തോഷിപ്പിക്കും. ദൈവത്തെ അന്വേഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അന്വേഷിക്കുന്നതും കണ്ടെത്തും. നമുക്ക് അവസാനിപ്പിക്കാം ചെറിയ പ്രാർത്ഥനയോടെ.
കാരുണ്യവാനായ കർത്താവേ, മാലാഖമാർക്കാണ് അങ്ങയെ നേരിട്ട് ദർശിക്കാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. മനുഷ്യരായ ഞങ്ങൾ ഈ ശരീരത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം സാധ്യവുമല്ല. എങ്കിലും അവിടുത്തെ സ്നേഹാതിരേകം ഞങ്ങൾക്ക് മുമ്പിൽ അങ്ങയെ തന്നെ വെളിപ്പെടുത്തി തരാൻ തിരുമനസ്സാവുകയാണ്. പരിശുദ്ധ സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ആ ദൈവിക ജ്ഞാനം വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും വിശുദ്ധ സഭയുടെ സമ്പൂജ്യ പാരമ്പര്യത്തിന്റെയും പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ദൈവമേ അങ്ങയെ അന്വേഷിച്ച് കണ്ടെത്താൻ നടത്തുന്ന ഈ പരിശ്രമത്തെ അവിടുന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യ ആനന്ദത്തിന് ഒരുക്കമാണിതെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ. നിത്യ ആനന്ദത്തിന് ഒരുക്കമാണിതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഈ പഠനത്തിൽ തുടരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പരിമിതവും ലോകത്തിന്റെ അറിവ് മൂലം കളങ്കിതവുമായ ഞങ്ങളുടെ ബുദ്ധിയെ ദൈവിക പ്രകാശത്താൽ ഷാർപ്പാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ദൈവിക രഹസ്യങ്ങളും ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് നടന്ന പരിശുദ്ധ കന്യാമറിയമേ, ഞങ്ങളുടെ ഉദ്യമത്തിൽ ഞങ്ങൾ വിജയിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.